നമസ്കാരം. കഴിഞ്ഞ ദിവസം ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയ സംഭവമാണ്. അദ്ദേഹത്തോടൊപ്പം നിരവധി യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയ സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെ തുടർന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മറ്റും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും സെലൻസ്കിയോടൊപ്പം തന്നെ ചർച്ചകളിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയ്ക്കൊപ്പം തന്നെ വൈറലായി മാറിയത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയുടെ മാസ് എൻട്രിയാണ്. അവർ വൈറ്റ് ഹൗസ് പ്രോട്ടോക്കോൾ മേധാവിയോട് കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈറ്റ് ഹൗസിലേക്ക് കടന്നു വന്നത്. ഇത് അവിടെ കൂടിയിരുന്ന പലരെയും അമ്പരപ്പിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാരെല്ലാവരും തന്നെ എത്തുമ്പോൾ അവർ ഹസ്തദാനം ചെയ്താണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഹസ്തദാനത്തിന് പകരം ഇത്തരത്തിൽ കൈകൂപ്പിക്കൊണ്ട് നമസ്തേ എന്ന് പറഞ്ഞ് ഇതൊരു ഇന്ത്യൻ രീതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വരവ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മെലോണിയുടെ ഈ ഒരു നടപടിയെ വാർത്തയായി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ഒരു വ്യക്തി കൂടിയാണ് മെലോണി. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി അവർ ഇന്ത്യൻ രീതി ഇത്തരം അഭിവാദ്യത്തിൽ പിന്തുടരുന്നത് എല്ലാവരെയും ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഏതായാലും നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഒരു ആചാര രീതി തന്നെയാണ് ഇന്ത്യക്കാരുടെ കൈകൂപ്പിക്കൊണ്ടുള്ള നമസ്തേ എന്നുള്ള പദപ്രയോഗമെന്ന് പല വിദേശികളും വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും മെലോണിയുടെ ഈ ഒരു വരവ് അതൊരു മാസ് എൻട്രി തന്നെയായി മാറി എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് അമ്പരന്നുവെങ്കിലും മെലോണി എന്താണ് പറയുന്നത്, കൈകൂപ്പിക്കൊണ്ട് മെലോണി എന്താണ് പറയുന്നത് എന്ന് ഒരുപക്ഷെ വൈറ്റ് ഹൗസിലെ പ്രോട്ടോക്കോൾ മേധാവിക്ക് ആദ്യം മനസ്സിലായോ എന്ന് സംശയമുണ്ട്. അവരുടെ മുഖത്തൊരു അമ്പരപ്പ് കാണാനുണ്ട്. എങ്കിലും പിന്നീടാണ് മനസ്സിലായത് അത് ഇന്ത്യൻ രീതിയിലാണ് അവർ അഭിവാദ്യം ചെയ്തത് എന്ന്. നേരത്തെ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടയിലും അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും അവർ ഇത്തരത്തിൽ കൈകൂപ്പിക്കൊണ്ടാണ് നമസ്തേ പറഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കൂടാതെ ദുബായിൽ ഈയിടെ നടന്നൊരു ഉച്ചകോടിയിലുമൊക്കെ തന്നെ മെലോണി പങ്കെടുക്കുന്ന സമയത്ത് അവർ എല്ലാവരോടും കൈകൂപ്പി നമസ്തേ പറയുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത അവർ തൻ്റെ അനുഭവങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. ബോളിവുഡ് സിനിമകളിലെ ഗാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്ത്യയിൽ വെച്ച് നടന്ന ഈ ഉച്ചകോടിയിൽ താൻ പങ്കെടുത്തതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ അവർ പങ്കിട്ടത്. ഇന്ത്യയുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് മെലോണി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആകട്ടെ പതിവ് പോലെ സ്യൂട്ട് ധരിക്കാതെ തന്നെയാണ് എത്തിയത്. നേരത്തെ സ്യൂട്ട് ധരിക്കാതെ വൈറ്റ് ഹൗസിലെത്തിയതിൻ്റെ പേരിലും അന്ന് ട്രംപ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പതിവ് സൈനിക യൂണിഫോമിൽ നിന്നുള്ള വ്യത്യസ്തമായ വേഷമാണ് കഴിഞ്ഞ ദിവസം ധരിച്ചിരുന്നത്. നിങ്ങളുടെ വസ്ത്രം വളരെ നന്നായിട്ടുണ്ട് എന്ന് പലരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും കാണാമായിരുന്നു. ഏതായാലും ഇന്ത്യൻ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമ്പരാഗത രീതികളൊക്കെ തന്നെ പാശ്ചാത്യർ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് മെലോണിയുടെ ഈ തരത്തിലുള്ള അഭിവാദ്യം. അതേസമയം പിന്നീട് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ തന്നെ മെലോണി വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് ട്രംപിനെ അറിയിച്ചത്. തങ്ങൾ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് അവർ ട്രംപിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി യുദ്ധത്തിന് പരിഹാരമുണ്ടാകണം എന്നും മെലോണി ആവശ്യപ്പെട്ടു. മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ചർച്ചയേക്കാൾ ശ്രദ്ധേയമായി മാറുന്നത് ആ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ മെലോണിയുടെ ഈ അഭിവാദ്യ പ്രകടനമായിരുന്നു.